സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ആഘോഷമാക്കുകയാണ് ദൃശ്യ മാധ്യമങ്ങൾ. നാളത്തെ വർത്തമാന പത്രങ്ങളും അത് ആഘോഷമാക്കും. ഇപ്പോ തലയിൽ കൈവച്ചിരിക്കുന്നത് BJP മാത്രമല്ല, CPM കൂടെയാണ്. BJPക്ക് അറിയാമായിരുന്നു വാര്യർ പോകുമെന്ന്. പക്ഷെ വാര്യർ CPMലേക്കോ CPIയിലേക്കോ ചേക്കേറും എന്നാണ് BJP കരുതിയത്. പക്ഷെ ഇടുത്തി പോലെ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന് BJP കരുതിയിരുന്നില്ല. അവസാന ലാപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അട്ടിമറിക്കാൻ വേണ്ടി രണ്ട് കോൺഗ്രസ് നേതാക്കളും BJP സംസ്ഥാന നേതൃത്വവും ചർച്ച നടത്തിയ കാര്യം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിനൊക്കെ അതീതമായി BD സതീശൻ കളിച്ചിരിക്കുന്നു. BD സതീശൻ വളരെ രഹസ്യമായാണ് ഓപ്പറേഷൻ സന്ദീപ് വാര്യർ നടത്തിയത്. വളരെ കൃത്യമായി ഓപ്പറേഷൻ നടത്തി BD സതീശന് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വലിയ പാടുപെടേണ്ടിയൊന്നും വന്നില്ല. അതീവ രഹസ്യമായിരുന്നു ചർച്ച. ആ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല, കർണാടകയിലെ കരുത്തുറ്റ നേതാവ് DK ശിവകുമാർ. DK ശിവകുമാറും KC വേണുഗോപാലും സന്ദീപ് വാര്യരുമായി ബാംഗ്ലൂരിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് രംഗപ്രവേശം യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. CPMലേക്ക് പോകാൻ സന്ദീപ് വാര്യർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ CPM ഉഴപ്പി. സന്ദീപ് വാര്യർ മലിഞ്ഞു വന്ന് കയറട്ടെ എന്ന് CPM വിചാരിച്ചു. അവിടെയാണ് CPMന് പിഴച്ചത്. നിലപാട് മാറ്റിയാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കാമെന്ന് MB ഗോവിന്ദൻ പറഞ്ഞിരുന്നു, CPM സംസ്ഥാന സെക്രട്ടറി. പക്ഷേ സന്ദീപ് വാര്യരെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഡിമാൻഡ് വയ്ക്കും എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം CPMന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതാണ് CPM പതുക്കെ ഉഴപ്പി നിന്നത്. അവിടെയാണ് കോൺഗ്രസ് സതീശൻ കയറി ഗോളടിച്ചത്. ബാംഗ്ലൂരിൽ വെച്ച് DK ശിവകുമാറും KC വേണുഗോപാലും സന്ദീപ് വാര്യരുമായി കൂടിക്കാഴ്ച നടത്തുകയും അതീവ രഹസ്യമായി സന്ദീപ് വാര്യരെ ഒട്ടും തന്നെ കോൺഗ്രസിലെത്തിക്കുകയുമായിരുന്നു. ഇതോടെ പാലക്കാട്ടെ കോൺഗ്രസ് ഊർജ്ജഫലമായി മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം സുനിശ്ചിതമായിരിക്കുകയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇന്നലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി വലിയ പാടാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയ ഒരു വഴി, ആ വഴി കോൺഗ്രസിന്റെ രഹസ്യാത്മകത എന്താണെന്ന് വ്യക്തമാക്കുന്ന വഴിയാണ്. BD സതീശൻ വളരെ ശക്തമായ രീതിയിലുള്ള നീക്കമാണ് നടത്തിയത്. DK ശിവകുമാറിന്റെ അനുഗ്രഹാശംസകൾ കൂടിയായപ്പോൾ പിന്നീട് സന്ദീപ് വാര്യർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യർ മത്സരിക്കും. അതാണ് സന്ദീപ് വാര്യറിന് DK കൊടുത്ത വാഗ്ദാനം. കർണാടകയെ കാവി വിമുക്തമാക്കിയ DK ശിവകുമാർ കേരളത്തിലും കളി തുടങ്ങിയിരിക്കുന്നു. കളം നിറഞ്ഞ് കളി തുടങ്ങിയിരിക്കുന്നു. അതാണ് ആ കളിയിലാണ് വാര്യർ കൃത്യമായി കോൺഗ്രസിൽ എത്തിയത്. ഇത്തരം കളികൾ കളിക്കാൻ DK ശിവകുമാർ മിടുക്കനാണ്. ആ മിടുക്ക് അദ്ദേഹം കേരളത്തിലും തെളിയിച്ചിരിക്കുന്നു. എന്തായാലും BD സതീശൻ തെളിച്ച പാത വെട്ടിത്തെളിച്ച് DK ശിവകുമാർ സന്ദീപ് വാര്യരെ പിടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോവുകയാണ്. BJPക്കും CPMനും ഇരുട്ടടി. അതുമാത്രമല്ല, സന്ദീപ് വാര്യർക്ക് പാലക്കാട് നല്ല സ്വാധീനമുണ്ട്. BJPയുടെ ഒരു വിഭാഗം വോട്ടുകൾ കോൺഗ്രസ് അനുകൂലമായി ചെയ്യിക്കാൻ സന്ദീപ് വാര്യറിന് ആകും. അതുകൊണ്ട് തന്നെ BJPക്ക് ഇനി പാലക്കാട് ഒരു വിജയപ്രതീക്ഷയില്ല. യഥാർത്ഥ നേരിട്ടുള്ള മത്സരം നടക്കുന്നത് ഡോക്ടർ P സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ്. അതാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു വ്യതിചലനം. പാലക്കാട് ഇലക്ഷനിൽ ആദ്യം ഡോക്ടർ P സരിൻ മേൽക്കൈ നേടിയിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വന്നു. രാഹുൽ സതീശൻ ബിരുദർ നടത്തിയ ആ ചർച്ചയിൽ രാഹുലിനെ അട്ടിമറിക്കാനുള്ള സമവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കോൺഗ്രസ് പാലക്കാട്ട് ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കണ്ടു പഠിക്കണം നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ. DK കളിച്ചാൽ ആ കളി വല്ലാത്തൊരു കളിയായിരിക്കും. കുതികാൽ വെട്ടും കുതിരക്കച്ചവടവും ഒക്കെ നന്നായി അറിയാവുന്ന നേതാവാണ് DK. ആ DK തന്നെയാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയത്.